സത്യം പറഞ്ഞാൽ ഞാൻ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്തതിന് ശേഷം അതിൻ്റെ പ്ലഷർ കൊണ്ട് അതിങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്ന ടൈം പിന്നെ പെട്ടെന്നൊരു ഇത് വന്നു, ലൈക്ക് നത്തിങ്. അതായത് നമുക്കത് ഹറാമാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തിക്കൊണ്ടിരിക്കും. അതായത് നമ്മൾ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ടൈമിൽ. ബട്ട് നമുക്കാണെങ്കിൽ അയാളെ ഹേർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത രീതിയിലോ, അന്നേരമാണെങ്കിൽ ഇൻസ്റ്റയിൽ നോക്കുന്ന റീൽസിലെല്ലാം നമ്മൾ ആ കൊടുത്ത വാക്കുണ്ടാവില്ല, പ്രോമിസ്, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൊടുത്ത വാക്ക് ബ്രേക്ക് ചെയ്യും. അതായത് അയാളെ ഹൃദയം ലൈക്ക് ഹേർട്ടാകുന്ന രീതിയിലായിപ്പോകും എന്നുള്ള രീതിയിൽ അങ്ങനെ കുറേ നമ്മൾ മെൻ്റലി ഓടും അയാളെ വിഷമിപ്പിക്കുന്ന എന്നുള്ള രീതിയിൽ. സോ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അള്ളാഹിനോട് നല്ലോണം ദുആയിരുന്നു, ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെ ഹലാലാക്കി തരണം, ഹറാമായ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും ഇതാക്കിയിട്ട് പെട്ടെന്ന് ഹലാലാക്കി തരണം എന്നാണ് ഞാൻ ദുആയിരുന്നത്. അയാളെ തന്നെ എത്രയും പെട്ടെന്ന് ഹലാലാക്കി തരണം. പിന്നെ ഞാൻ അതേപോലെ വേറൊരു കാര്യം ദുആയിരുന്നതിന്, അതായത് എനിക്ക് ഓള് ഹയറാണെങ്കിൽ മാത്രം എന്നെയും ഓളെയും ഒരുമിപ്പിക്കണേ. റിലേഷൻഷിപ്പിലാകുമ്പം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മളെന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ അതെല്ലാം ഓവർകം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ഹേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെയെങ്കിലും അള്ളാഹിനോട് ദുആയിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാകും നമുക്ക്, ഓവർ തിങ്കിങ്. പിന്നെ ഇപ്പോൾ കോളേജ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും ലൈഫ് സെറ്റിൽ ചെയ്യണം, ഓളെ മാനേജ് ചെയ്യണം, അങ്ങനൊരു ഇത്. ബട്ട് ഫൈനലി ആ റിലേഷൻഷിപ്പ് എന്തായി, റീസൺ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചു, ഓള് പറഞ്ഞിട്ടില്ല. ഞാൻ ഒഴിവാക്കി. ആ ബ്രേക്കപ്പ് നടന്നിട്ട് ഒരു മാസം അല്ലെങ്കിൽ 2 വീക്സ് അല്ലെങ്കിൽ 1 മാസം 2 മാസം ഇപ്പോൾ ഉണ്ട്. ബട്ട് ആ ഒരു 1-2 മാസമാണ് പിന്നെ വൈ റിലേഷൻഷിപ്സ് ആർ ഹറാം എന്നുള്ളതിൻ്റെ പീക്ക് വരെ എനിക്ക് മനസ്സിലായത്. കാരണം അത്രയ്ക്കും നമ്മൾ ലോ പോകും. ഭയങ്കര ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ. അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്ക് മാത്രമേ മനസ്സിലാവും. അന്ന് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഇനി ആരും പ്രേമിക്കൂല, ഇനി അറേഞ്ച് മാരേജ് ഓൺലി. അതായത് പഠിച്ചു കഴിഞ്ഞ് ലൈഫ് സെറ്റിലായി ലൈക്ക് റെഡി ആയിട്ട് മാത്രം ഒരു കല്യാണം എന്നുള്ള രീതിയിൽ. പിന്നെയും കോളേജിൽ പോകുന്നതുകൊണ്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും, ഇഷ്ടം തോന്നും, ക്രഷ് തോന്നും. ബട്ട് ചില ടൈമിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് നിന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടുപോകുന്നുണ്ട്. ആണാണ് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നും. അതൊന്നും പിന്നെ അത് ഇസ്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ് നമ്മളെ ഹ്യൂമൻസിനെ അവ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ കൺട്രോൾ ചെയ്യുക, ഇത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു ലസ്റ്റില്ലേ, ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്തും കൺട്രോൾ. വൈ റിലേഷൻഷിപ്സ് ആർ ഹറാം ഇൻ ഇസ്ലാം അതറിയണമെങ്കിലല്ലേ റിലേഷൻഷിപ്പിൽ എൻ്റർ ആവും. ബിക്കോസ് കടലിൻ്റെ ആയം മനസ്സിലാവണമെങ്കിൽ കടലിൽ ഇറങ്ങി തന്നെ നോക്കണം. അള്ളാഹ് എന്തിനാണ് റിലേഷൻഷിപ്പ് ഹറാമാക്കിയത്? അതിന് നല്ലോണം റീസൺസ് ഉണ്ട്. അത് റീസൺസ് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതി ഓരോ രീതിയിലായിരിക്കും. ഞാനൊരു ചെറിയൊരു ഇത് പറയാം. അഡ്വാൻറ്റേജസ് ഓഫ് ഹറാം റിലേഷൻഷിപ്പ് ഈസ് ഫാർ ബെറ്റർ ദാൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഹലാൽ ലൈഫ്. അതായത് ഞാൻ റിലേഷൻഷിപ്പ് ആവുന്നതിന് മുമ്പേ എൻ്റെ മൈൻഡിൽ ഓടിയ കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരാൾ എന്തായാലും കല്യാണം കഴിക്കണം. സോ അയാളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നു, നേരത്തെ അയാളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, അയാളുടെ ഇഷ്ടങ്ങൾ അതെല്ലാം മനസ്സിലാകുന്നു, അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാരേജ് ചെയ്യുന്നു. അതായിരിക്കും ബെറ്റർ എന്നാണ് ഞാൻ ആദ്യം കരുതത്. ബട്ട് അങ്ങനെയല്ല. നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ആളാണെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത്, അതായത് ഹറാമായിട്ടുള്ള ഏത് റിലേഷൻഷിപ്പും ആവാം. എൻ്റെ റിലേഷൻ ഉണ്ടായത് കോളേജിലാണ്. സോ അങ്ങനെ ഞാൻ കോളേജിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് റിലേഷൻഷിപ്പ് അതായിരുന്നു. ഞാൻ അതുവരെ സിംഗിൾ ലൈഫായിരുന്നു. അതുവരെ ഞാൻ തിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും തിങ്ക് ചെയ്യുന്ന പോലെ വൈ റിലേഷൻഷിപ്പ് ഈസ് ഹറാം. അതായത് നമ്മളൊരാൾ കല്യാണം കഴിക്കുന്ന അയാളെ നമ്മൾ നേരത്തെ മനസ്സിലാക്കുന്നത് അത് ബെറ്റർ അല്ലേ, അതല്ല നല്ലത് എന്നായിരുന്നു. ബട്ട് റിലേഷൻഷിപ്പ് ആയതിന് ശേഷം എനിക്കത് മനസ്സിലായത്, നമ്മൾ പ്രിപ്പയർ ആയ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു കൾച്ചർ ബേസ് ചെയ്തിട്ട് പഠിക്കുന്ന ലൈഫ് സെറ്റിലായി ഇനി ഓക്കെയാണ്, റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ മാരേജ് ചെയ്തോളൂ. ഐ മീൻ ഹലാലായിട്ട്. ട്രൂ ബിലീവർ ആണെങ്കിൽ റിലേഷൻഷിപ്പിൽ എൻ്റർ ആവാം. റിലേഷൻഷിപ്പ് എൻ്റർ ആയിക്കൂടാതൊന്നുമില്ല. കാരണം അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട് ആണിന് പെണ്ണിനോട് അട്രാക്ഷൻ തോന്നും, അത് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അൺനോയിങ്ലി റിലേഷൻഷിപ്പിൽ എൻ്റർ ആയെന്ന് വിചാരിക്കുക. ആയിപ്പോവും, ആരായാലും മനുഷ്യന്മാരാന്നല്ല. ബട്ട് അങ്ങനെ ആയിപ്പോയാൽ ഡേ ബൈ ഡേ കഴിയുന്നോളും നമുക്ക് മനസ്സിലാവും വൈ റിലേഷൻഷിപ്പ് ഈസ് ഹറാം. അതായത് കുറേ അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോമിസുകൾ, കുറേ എന്തെല്ലോ കാര്യങ്ങൾ എല്ലാം എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രൈവറ്റ് ലൈഫാണ്. അതേപോലെ നമ്മൾ ചെയ്ത മിസ്റ്റേക്സ്
ഹറാമായിട്ടുള്ള കാര്യങ്ങളൊന്നും അള്ളാഹ് അല്ലാണ്ട് എക്സെപ്റ്റ് അള്ളാഹ് വേറെ ആരോടും നമ്മൾ പറഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും റിലേഷൻഷിപ്പ് തെറ്റല്ല അതെന്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞുള്ളത്. ഞാൻ പറയാം, ഞാൻ അതല്ല ഉദ്ദേശിച്ച് പറയാം. ഞാൻ ഉദ്ദേശിച്ചത് അതിൽ നിന്ന് പഠിച്ച ലെസൺസാണ്. എന്തും മീൻസ് എന്തും. ഞാനീ പറഞ്ഞതിനെല്ലാം, അതായത് ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസാണ്. മേ ബി ഇതിനൊരു എക്സ്പെക്ഷണൽ കേസ് ഉണ്ടാകും. പക്ഷേ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സ് സർക്കിളിൽ എനിക്കറിയാവുന്ന അധിക ഫ്രണ്ട്സിനും ഇങ്ങനൊരു സ്റ്റോറിയാണ് ഓവറോൾ. അതായത് മെജോറിറ്റി ഇങ്ങനെ ഒരു സ്റ്റോറി, അതായത് റിലേഷൻഷിപ്പ് ഇങ്ങനെ എൻഡ് ചെയ്യൽ. അതേപോലെ റിലേഷൻഷിപ്പിൽ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ വേറൊരു ലെസൺ എന്ന് പറഞ്ഞാൽ, ഒരു പെണ്ണ് ഇഷ്ടമല്ലാന്ന്, അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഞാൻ 1-2 കൊല്ലം പ്രേമിച്ച പെണ്ണ് വേണ്ടാന്ന് എപ്പോഴെങ്കിലും നിങ്ങളൊരു എക്സ്പ്രസ് ചെയ്തിനാ, ഞാൻ പറയുന്നത് ഇനീഷ്യൽ റിജക്ഷൻ അല്ല. അതായത് നമ്മളൊരാൾ പ്രപ്പോസ് ചെയ്ത റിജക്ഷൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളൊരാൾ റിലേഷൻഷിപ്പായി കുറച്ചങ്ങോട്ടെത്തി, ഇനി നല്ല രീതിയിൽ പോകുന്ന റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ആ പെണ്ണ് അല്ലെങ്കിൽ ചെക്കൻ വേണ്ടാന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് തന്നിനാ, നിങ്ങളത് എക്സ്പ്രസ് ചെയ്തതിനാ, ഇൻഡയറക്റ്റ് ആയാലും ഡയറക്റ്റ് ആയാലും നിങ്ങൾ പെട്ടെന്ന് മാറിക്കോളാം, വേറെ ഒന്നും പറയാനില്ല. പാർട്ട് 7 കൂടി ആ ഒരു ടോപ്പിക്ക്, അതായത് വൈ റിലേഷൻഷിപ്പ് ഈസ് ഹറാം എന്നുള്ള ആ ഒരു ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം, അതായത് ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചതാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെ ക്രിയേറ്റ് ചെയ്ത വീഡിയോസിൽ കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സും പിന്നെ അതേപോലെ എനിക്ക് കുറേ DMസും വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹറാം ഈസ് ഹറാം. ഇസ്ലാമിൽ റിലേഷൻഷിപ്പ് ഹറാമാണ്. രണ്ടാമത്തെ കാര്യം, ഹറാം റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് പറയാൻ ഞാൻ ആരുമല്ല. ഓക്കെ, എനിക്ക് കുറേ DM വന്നിന്, അതായത് അവർക്ക് ഹറാം റിലേഷൻഷിപ്സ് ഉണ്ട്, പിന്നെ സ്റ്റിൽ എങ്ങനെ ഹലാലാക്കുക, അവരോട് മെസ്സേജ് അയക്കാണ്ട് നിൽക്കാൻ പറ്റൂല, അങ്ങനെ ആരോടുള്ള എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഹറാം ഈസ് ഹറാം. ഇസ്ലാമിൽ റിലേഷൻഷിപ്പ് ഹറാമാക്കി അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള റീസൺസും കാര്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾക്ക് മെൻ്റൽ ഡിപ്രഷൻ, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, അങ്ങനെ കുറേ മെൻ്റലി കുറേ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഫിസിക്കലി പുറത്ത് ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും, ബട്ട് മെൻ്റലി ഇമോഷണലി നല്ലോണം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അവരോട് എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ, എത്രയും പെട്ടെന്ന് നിൽക്കാൻ കഴിയാം. അതിന് പറ്റുന്നില്ലെങ്കിൽ, വിച്ച് മീൻസ് നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ തൽക്കാലം പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യും, നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യും. അതായത് നിങ്ങൾ പഠിച്ചിട്ട് നല്ല ജോലിയൊക്കെ വാങ്ങിയിട്ട് ലൈഫെല്ലാം സെറ്റാക്കി നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് മാന്യമായിട്ട് ഹലാലായിട്ട് നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിച്ച് ഓളെ ചോദിക്കുക, കെട്ടിച്ച് തരുമോ, അല്ലാണ്ട് കുറേ പ്രേമിക്കലും പിന്നെ ഓളെ ബാക്കിൽ നടക്കലും. അതായത് ഒരു പെണ്ണിൻ്റെ ഫാമിലി ഓളെ കെട്ടിച്ച് കൊടുക്കുന്ന ഓണിക്ക് നല്ലൊരു ജോലിയുണ്ടോ, അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, അതെല്ലാം നോക്കി, അല്ലാണ്ട് എത്ര കാലം പ്രേമിച്ചിന് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, കം ടു റിയാലിറ്റി. പിന്നെ ഞാൻ ഒന്നും കൂടി പറയുന്നു, ഇതുവരെ റിലേഷൻഷിപ്പിൽ എൻ്റർ ചെയ്യാത്തവർ മാക്സിമം എൻ്റർ ചെയ്യാണ്ടിരിക്കുക. കാരണം ഒന്ന് ഹറാമാണ്, പിന്നെ എൻ്റർ ചെയ്താൽ നിങ്ങളത് മെൻ്റലി ആൻഡ് ഇമോഷണലി നല്ലോണം വീക്കാക്കും. അതായത് നിങ്ങൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നല്ലൊരു ഫ്യൂച്ചർ അല്ലെങ്കിൽ നല്ലൊരു ജോബ്, അങ്ങനെ ലൈഫ് സെറ്റാക്കും, ബാക്കിയെല്ലാം വഴിയേ വന്നോളൂ. പിന്നെ മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ ടോപ്പിക്ക് ഇതോടെ നിർത്തും.